എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് ഇന്നൊരു ട്രൈ കളർ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടി, ഒരു നുള്ള് ചെറിയൊരു എരിവിന് മാത്രം, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തിരിക്കട്ടെ. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത്, വളരെ ശ്രദ്ധിച്ച് ചെറുങ്ങനെ അരിഞ്ഞത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചട്നി. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. ഗ്രീൻ ചട്നി ആയതുകൊണ്ട് അതിൽ ഉപ്പും മുളകും എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ വേറൊന്നും നമ്മൾ ചേർക്കണ്ട. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്ക് 4 പീസ് ബ്രെഡ് അതിൻ്റെ അരികെല്ലാം മുറിച്ച് എടുത്ത് വെക്കാം. ഇത് അടുപ്പത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമായത്. അതുകൊണ്ട് കുട്ടികൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ബാച്ചിലേഴ്സിനെല്ലാം പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതെല്ലാം എടുത്തൊരു ഭാഗത്ത് വെച്ച് ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ തടവി കൊടുക്കാം ബ്രെഡിന്. അത് നിങ്ങളെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും തടവാട്ടോ. നോർത്ത് ഇന്ത്യയിലെല്ലാം ഉള്ളവരെല്ലാം നല്ലോണം തടവും ബ്രെഡ്, ബട്ടർ. നമുക്ക് അത്രയേ വേണ്ടു. നല്ലോണം തടവി ഇന്ന് ഞാൻ കുറച്ച് ലാവിഷാക്കിയിട്ടുണ്ട്. നല്ലോണം തേച്ച് എടുത്ത് വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ റെഡ് കളറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല, ക്യാരറ്റും കെച്ചപ്പും എല്ലാം കൂടിയുള്ള ആ മിക്സ് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ബ്രെഡ് എടുത്ത് വെക്കാം. ഇനി അതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസോ, ഗ്രേറ്റ് ചെയ്ത ചീസാണെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ പനീർ എന്തെങ്കിലും ഒന്ന് വൈറ്റ് കളറിലുള്ളതായിരിക്കണം എന്നേ ഉള്ളൂ. അത് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഒരു പീസ് ബ്രെഡ് എടുത്ത് വെക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രീൻ കളറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്നൊരു ഒരാൾ വന്നാലോ ഇനി രാവിലത്തെ ഭക്ഷണത്തിനൊന്നും നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ എളുപ്പത്തിൽ നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. വേറൊരു ഡിഷുമായിട്ട് അടുത്ത ആഴ്ച വരുന്നത് വരെ താങ്ക് യു.